ലോകത്തിലെ തന്നെ ആദ്യ ഹരിത ഹൈഡ്രജൻ കണ്ടെയ്നർ കപ്പൽ നിർമ്മിക്കുന്നത് നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ്. ഹരിത ഹൈഡ്രജൻ ഇന്ധനമായുള്ള ലോകത്തെ ആദ്യ കണ്ടെയ്നർ ഫീഡർ വെസലാണ് ഇവിടെ നിർമ്മിക്കുന്നത്. കഴിഞ്ഞ വർഷം മാർച്ചിലാണ് ഈ സീറോ എമിഷൻ ഫീഡർ കണ്ടെയ്നർ വെസലിന്റെ നിർമ്മാണ കരാർ നോർവേ കമ്പനിയായ സാംസിക് ഗ്രൂപ്പിൽ നിന്ന് കൊച്ചി കപ്പൽശാലയ്ക്ക് കിട്ടിയത്. 550 കോടി രൂപയുടേതാണ് ഈ അന്താരാഷ്ട്ര കരാർ. കരാറിന്റെ ഭാഗമായി നിർമ്മാണം പൂർത്തിയാക്കി ആദ്യ വെസൽ 2025ഓടെ കൈമാറും. 45 അടി നീളമുള്ള 365 കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുള്ളതാണ് ഈ വെസൽ. പ്രതിവർഷം 25,000 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ കുറയ്ക്കാൻ കപ്പലിന് കഴിയും എന്നാണ് വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ ഹൈഡ്രജൻ ഇന്ധനമായുള്ള ഇന്ത്യയുടെ ആദ്യ തദ്ദേശ നിർമ്മിത യാത്രാ കപ്പൽ കൊച്ചി കപ്പൽശാലയിലാണ് നിർമ്മിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരാണസിയിൽ ഗംഗാ നദിയിലെ സർവീസിനാണ് ഈ ബോട്ട് ഉപയോഗിക്കുക. 1 മാസം നീളുന്ന പരീക്ഷണങ്ങൾക്ക് ശേഷം ബോട്ട് വാരാണസിയിലേക്ക് കൊണ്ടുപോകും. 50 പേർക്ക് ഒരേ സമയം ഇതിൽ യാത്ര ചെയ്യാൻ സാധിക്കും. ഇതിന് എഞ്ചിൻ ഇല്ല, ജനറേറ്റർ ഇല്ല. ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിൽ നിന്നുള്ള വൈദ്യുതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. 5 വൻ സിലിണ്ടറുകളിലായി 350 ബാർ മർദ്ദത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഹൈഡ്രജൻ വാതകം ഫ്യൂവൽ സെല്ലിലേക്ക് കടത്തിവിടും. അന്തരീക്ഷ വായുവിലെ ഓക്സിജനുമായി നടക്കുന്ന രാസപ്രവർത്തനത്തിലൂടെ വൈദ്യുതി ഉണ്ടാകും. പുറന്തള്ളുന്നത് ശുദ്ധമായ വെള്ളമാണ്. ഒരു തവണ ഇന്ധനം നിറച്ചാൽ 8 മണിക്കൂർ സഞ്ചരിക്കും. സാങ്കേതിക വിദ്യ അടക്കം ബോട്ടിന്റെ നിർമ്മാണത്തിനായി 18 കോടി രൂപ ചെലവായിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെയും വിവിധ സംസ്ഥാന സർക്കാരുകളുടെയും സഹകരണത്തോടെ 1000 ഹരിത വെസലുകൾ പുറത്തിറക്കുക എന്നതാണ് കൊച്ചി കപ്പൽശാലയുടെ ലക്ഷ്യം. ഹൈഡ്രജൻ ഇലക്ട്രിക് വെസലുകളാണ് ലക്ഷ്യമിടുന്നത്. ഉൾനാടൻ ജലഗതാഗത യാത്രയ്ക്ക് ഇവ പ്രയോജനപ്പെടുത്തും. ഇന്ത്യയിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണ അറ്റകുറ്റപ്പണിശാലയും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനവുമായ കൊച്ചിൻ ഷിപ്പ്യാർഡിന് ആഭ്യന്തര അന്താരാഷ്ട്ര തലത്തിൽ നിന്നായി നിലവിൽ മൊത്തം 24,000 കോടിയോളം രൂപയുടെ ഓർഡറുകൾ ഉണ്ട്.